കേരള സർക്കാരിന്റെ നീക്കം കണ്ടാൽ സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും ഒന്ന് ജയിലിലാക്കാനുള്ള ലക്ഷ്യമാണല്ലോ. കഴിഞ്ഞ ദിവസം പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തെന്ന് പറയുന്നു. തിരുവനന്തപുരത്തെ കമ്മീഷണറും ഒരു DIGയും കൂടെ വന്നിട്ടാണ് ചോദ്യം ചെയ്തത്. ഇനി അടുത്ത മറ്റൊരു കേസുണ്ടെന്ന് പറയുന്നു. പുലിപ്പല്ല് അല്ലേ, പുലിനഖം. പുലിനഖ കേസിൽ സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യുന്നതാണ് പറഞ്ഞത്. ആരോട് പരാതി കൊടുത്തു, സുരേഷ് ഗോപി പുലിനഖമാല ഇട്ടിട്ടുണ്ട്. പുലിനഖമാല ഇട്ടാൽ അത് കുറ്റമാണ്. അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ പുലിനഖമാല കണ്ടുകെട്ടണം, സുരേഷ് ഗോപിയെ പുലിയെ കൊന്നവൻ എന്ന പേരിൽ ജയിലിലടക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഈ പുലിനഖമാല കണ്ടിട്ടുണ്ടോ? ഇല്ല. ഡ്യൂപ്ലിക്കേറ്റ് കണ്ടിട്ടുണ്ട് നമ്മൾ. അതായത് ഞാൻ ആദ്യമേ ഈ പുലിനഖമാലയുടെ ഒരു കാര്യം പറയാം. പുലിനഖമാല കിട്ടാൻ വേണ്ടിയിട്ട് പുലിയെ വേട്ടയാടാനൊന്നും പോകണ്ട, അല്ലെങ്കിൽ പുലിവേട്ടക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും വേണ്ട. നമ്മുടെ നാട്ടിൽ മേടിക്കാൻ കിട്ടുന്നേ. ടാറ്റ ഇല്ലേ, ടാറ്റയുടെ ജ്വല്ലറിയുടെ പേരറിയാമോ? തനിഷ്കിൻ്റെ പുലിനഖമാല, സ്വർണം കെട്ടിയ പുലിനഖമാല കിട്ടും. എത്ര വിലയെന്നറിയോ? $3917. ഫോട്ടോ കാണിക്കാം, തനിഷ്കിൻ്റെ പരസ്യത്തിലിട്ട്. പിന്നെ ഒന്ന് $3604. ഇത് രണ്ടും കൊടുത്താൽ പുലിനഖമാല കിട്ടും. അതുകൂടാതെ ബെറിയൽ ലെയിൻ അവരുടെ ആൻറ്റിക് വില്ല റിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ പുലിനഖമാല കിട്ടും. 29 കാരറ്റ് ഗോൾഡ് കിട്ടിയ പുലിനഖമാല. പിന്നെ പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരു ആഭരണ കമ്പനി പുലിനഖമാല ഇറക്കുന്നുണ്ട്. കാശ് കൊടുത്താൽ ഇത് വാങ്ങിക്കാൻ കിട്ടില്ലേ? അപ്പോൾ പുലിനഖമാല എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ പുലിയെ പോയി വേട്ടയാടിയിട്ടോ പുലിയെ വെടിവെച്ച് കൊന്ന് നഖം പറിച്ചെടുക്കുന്നവരുടെ കയ്യിൽ നിന്നോ വാങ്ങുന്ന സാധനമൊന്നുമല്ല. ഇത് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ പുലിനഖമാല വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇവർ പറയുന്ന വന്യജീവി നിയമം 1972 വന്യജീവി നിയമപ്രകാരം പുലിയെ കൊന്ന് പുലിനഖമാല എടുത്തിടുന്നത് കുറ്റകരമാണ്. സുരേഷ് ഗോപി എന്നും രാവിലെ ഒരു തോക്ക് എടുത്തോണ്ട് കാട്ടിപ്പോവും. എവിടെടാ പുലി, വാടാ പുലി എന്ന് പറഞ്ഞിട്ട് ശിക്കാരി ശംഭുവാടാ സുരേഷ് ഗോപി? അല്ലല്ലോ. നാട്ടിൽ തനിഷ്ക് പോലെയുള്ള ജ്വല്ലറികളിൽ വാങ്ങാൻ കിട്ടുന്ന, നാട്ടിലും കിട്ടും വിദേശത്ത് കിട്ടും. തനിഷ്ക് ഗൂഗിൾ ചെയ്ത് നോക്കൂ. തനിഷ്കിൻ്റെ ടൈഗർ ക്ലോ പെൻഡന്റ് നടിച്ചാൽ പുലിനഖമാല കിട്ടും. പെൻഡന്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്നേ. പുലിനഖമാല സിനുവിനും എനിക്കും നമ്മളെ കാണുന്ന പ്രേക്ഷകർക്കും വാങ്ങാൻ കിട്ടും. വാങ്ങാൻ കിട്ടുന്ന സാധനം കഴുത്തയിട്ടാൽ തൂക്കിക്കൊല്ലോ. അപ്പോൾ സുരേഷ് ഗോപിയുടെ ഈ പുലിനഖമാല കേസ് വ്യാജമാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും എല്ലാം അറിയാം. സത്യത്തിൽ ഈ പോലീസുകാർക്ക് ഒരു പരാതി കിട്ടുമ്പോൾ ആ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ മാത്രമാണ് അന്വേഷിക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലും ഒരു പരാതി കൊണ്ട് കൊടുത്താൽ അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത, ഹൃദയത്തിൽ നേടിയെടുത്ത ഒരു അംഗീകാരമുണ്ട്. ഈ അംഗീകാരത്തിൽ കുശുമ്പ് കയറിയിട്ട് എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയെ നശിപ്പിക്കാൻ വേണ്ടി കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ഇലക്ഷൻ മുമ്പ് എന്തൊക്കെയായിരുന്നു? അവസാനം സ്വർണ്ണ കിരീടത്തിൻ്റെ പേരിൽ വരെ കഥയുണ്ടാക്കി. ആ പരാതികളൊക്കെ വ്യാജമാണെന്ന് തെളിഞ്ഞു അല്ലേ? അതെ, വ്യാജ പരാതി. ലൂർദ് മാതാവിന് ചെമ്പ് കിരീടം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വ്യാജ പരാമർശങ്ങൾ നടത്തി, പ്രചാരണം നടത്തിയൊക്കെ തോപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ തൃശ്ശൂരെ ആളുകൾ സർവാത്മന സകല ജനങ്ങളും ക്രൈസ്തവർ ഉൾപ്പെടെ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് കേരളത്തിലെ സോ കോൾഡ് ഇസ്ലാമിസ്റ്റുകൾക്കും ഇടതുപക്ഷക്കാർക്കും വലിയ ആഘാതമായിരുന്നു. എന്നിട്ടും സുരേഷ് ഗോപിയെ വിടാതെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ പുറകെ നടക്കുക. പെണ്ണുകേസ് ഉണ്ടാക്കി അല്ലേ? ഒരു മാധ്യമ പ്രവർത്തകയെ കൂട്ടുപിടിച്ച് വ്യാജമായ ഒരു പെണ്ണുകേസ് ഉണ്ടാക്കി. ഇപ്പോൾ എവിടെ പോയി ആ കേസ്? അതേ നോക്കൂ, കരിവന്നൂർ ബാങ്ക് കേസ് അല്ലേ? ആ കേസിലെ തട്ടിപ്പിനെതിരെ ഏറ്റവും വലിയ സമരം നടത്തിയ സുരേഷ് ഗോപിയാണ്. അന്ന് അപ്പോഴത്തേക്കൊന്നുമില്ല, പദഗോപി എന്ന് പറഞ്ഞു. സുരേഷ് ഗോപി നടന്നപ്പോൾ ക്ഷീണിച്ചുന്നേ. കാൽനട അങ്ങനെ നടന്ന് ശീലമില്ലാത്ത മനുഷ്യനാണ്. ഇവരെ പോലെ തേരാപ്പാര ഈ 24 മണിക്കൂർ തെരുവിലൂടെ ഓടി കിടന്ന് കാശുണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന പണിയല്ല സുരേഷ് ഗോപി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി നടന്നപ്പോൾ ക്ഷീണിച്ചപ്പോൾ അത് പരസ്യമായി അദ്ദേഹം ഇരുന്നു വിശ്രമിച്ചു. സുരേഷ് ഗോപി ചെയ്യുന്ന പണി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പോയി ഒരു ഈ പറഞ്ഞ ഈ കുറ്റം പറയുന്നവന് സുരേഷ് ഗോപി ചെയ്യുന്ന പണി സിനിമയിൽ അഭിനയിക്കുക. സുരേഷ് ഗോപി ചെയ്യുന്ന ചെയ്ത സിനിമകളെ പോലെ ഒരു വേഷം ചെയ്തവന്മാർക്ക് അഭിനയിക്കാൻ പറ്റുമോ? അപ്പോൾ സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ള വലിയ ഒരു ആസൂത്രിത പദ്ധതിയാണ്. തൃശ്ശൂർ പൂരം കളിക്കുന്നത് സുരേഷ് ഗോപിയാണ്. പൂരം കലങ്ങിയാൽ സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടും. ഏതാണ് ഇവർ പറയുന്നത്? പൂരം കലങ്ങിയാൽ എന്താണ് കമ്മ്യൂണിസ്റ്റിന് വോട്ട് കിട്ടാത്തത്? പൂരം കലങ്ങിയാൽ എന്താണ് UDFന് വോട്ട് കിട്ടാത്തത്? അതിന് ഉത്തരവില്ല. അപ്പം ഹിന്ദുക്കൾക്കൊരു പ്രശ്നം വന്നാൽ ഹിന്ദുക്കൾ ആർക്ക് വോട്ട് ചെയ്യും? സുരേഷ് ഗോപി അല്ല, BJP വോട്ട് ചെയ്യും. സുരേഷ് ഗോപിക്ക് ഹിന്ദുക്കൾക്ക് പ്രശ്നം വന്നാൽ ഹിന്ദുക്കൾ BJP വോട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ അവരുടെ രക്ഷകരായിട്ട് കരുതുന്ന ആരെയാണ്? BJP. ഹിന്ദുക്കളുടെ രക്ഷയ്ക്കുള്ള പാർട്ടി ഏതാണ്? BJP ആണ് എന്ന് സമ്മതിച്ചു കൊടുക്കലാണ്.
അപ്പം സുരേഷ് ഗോപിയെ ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരം കലങ്ങി എന്നും പറഞ്ഞ് വലിയ ബഹളമുണ്ടാക്കി തൃശ്ശൂരിലെ തോറ്റ് നാണം കെട്ട് CS സുനിൽകുമാർ ഇങ്ങ് വന്നാൽ സുരേഷ് ഗോപിയെ കെട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി അല്ലേ? അവസാനം അതിൻ്റെ ചൊരുക്ക് തീർക്കാൻ, തോൽവി അംഗീകരിക്കാൻ മനസ്സില്ലാതെ നാണം കെട്ട് നെറികെട്ട് ഇങ്ങനെ ഒരു മനുഷ്യനെ വേട്ടയിടുക. അതിൻ്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി അമ്പലത്തിൽ പോകുമ്പോൾ ഏതോ അമ്പലത്തിൽ പോയപ്പോൾ ഷോള് പൊതച്ചു പോയി. അപ്പോൾ തമ്പ്രാൻ വന്നുന്നായി. പിന്നെ ഇദ്ദേഹത്തിന് അമ്പലത്തിൽ പോകണ്ടേ? ഇദ്ദേഹം ഒരു മനുഷ്യനല്ലേ? ഈ മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അങ്ങനെ സുരേഷ് ഗോപി ഇങ്ങനെ ഷോള് പൊതച്ച് പോയപ്പോഴാണ് അടുത്ത ഒരു സ്വർണ്ണ പുലിനഖമാല കിടക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ആരോ അടുത്ത കേസ്, സുരേഷ് ഗോപിയുടെ കഴുത്തിൽ പുലിനഖമാല, സുരേഷ് ഗോപി വന്യജീവി നിയമം ലംഘിച്ചു, സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യണം, മാല പിടിച്ചെടുക്കണം. അങ്ങേര് പണിയെടുത്ത് കാശ് മുടക്കി വാങ്ങിച്ചതാണ്. നിനക്ക് അല്ലാത്ത പോലെ ഓശാരം കിട്ടിയൊന്നുമല്ല, കട്ടെടുത്തതല്ല, തട്ടിപ്പറിച്ചതല്ല, പാവപ്പെട്ടവൻ്റെ ബാങ്ക് നിക്ഷേപം കൊള്ളയടിച്ചുണ്ടാക്കിയതല്ല, അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് മേടിച്ചതാന്നേ. തനിഷ്ക്ക് കിട്ടും. സിരു കണ്ടുണ്ടോ പുലിനഖം? പുലിക്ക് എത്ര നഖം ഉണ്ടെന്നറിയോ? 10 നഖമുണ്ടോ? 10 നഖം, 2 കൈയിലെ കൂട്ടി. പുലിക്ക് 5 നഖങ്ങളാണുള്ളത്. 4 മുന്നോട്ടും 1 പുറകോട്ടും. അതിന് പറയുന്നത് ഡ്യൂക്ലോ എന്നാണ് പറയുന്നത് ഈ 5ാമത്തെ നഖത്തിന്. അത് നിലത്ത് മുട്ടത്തില്ല നടക്കുമ്പോൾ. അതിൻ്റെ പൂച്ച നോക്കി അറിയാം, പൂച്ചയുടെ കയ്യിൽ 1 നഖം പുറകോട്ടുണ്ടല്ലോ. അങ്ങനെ 5 നഖങ്ങളാണ് പുലിക്കുള്ളത്. അത് ഈ പുലിയുടെ നഖം എന്ന് പറഞ്ഞാൽ ഈ പന്തേര ടൈഗ്രിസ് എന്നാണ് പുലിയുടെ പേരെന്നറിയാമോ? ശാസ്ത്രീയ നാമം. അപ്പം അത് പഠിച്ചോ. ഈ പരീക്ഷയൊന്നും എഴുതുന്നില്ല. ഈ പുലിയുടെ കടും തവിട്ട് എന്ന് പറയുന്നതാണ് ഈ പുലിനഖത്തിനുള്ളത്. പരുക്കൻ പ്രതലമാണ്. പിന്നെ അത് പുലിനഖത്തിൻ്റെ ഉള്ള് പൊള്ളയാണ്. വെറുതെ ഒരു അറ പോലെയാണ് ഇരിക്കുന്നത്. വേരിൻ്റെ ഭാഗം, അതായത് മൂട് ഇല്ലേ, ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം തുറന്നിരിക്കുന്നതാണ്. അഗ്രഭാഗം വീതി കൂടിയിട്ട് വൃത്താകൃതിയൊക്കെ ഉണ്ട് ഈ പുലിനഖത്തിന്. ഇത് നമ്മുടെ ഛത്രപതി ശിവാജി ഉണ്ടല്ലോ, ശിവാജി മഹാരാജ, അദ്ദേഹത്തിന് ഒരു വാക്നഖം ഉണ്ടായിരുന്നു. പുലിനഖങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു ആയുധം. അത് ഇട്ടാൽ ആരെയും അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ട് വലിയ ആപത്തിൽ. ചരിത്രമാണ്. ശിവാജിയുടെ കഥ ഇപ്പോൾ ഞാൻ പറയുന്നില്ല. പിന്നെ എന്തിനാണ് ഈ പുലിനഖമാല ഇടുന്നതെന്ന് ചോദിച്ചാൽ, ഇത് മാല ഇടുമ്പോൾ ഈ വിശ്വാസം, ഹിന്ദുക്കളുടെ ഒരു വിശ്വാസമാണ്, പുലിനഖമാല ഇങ്ങനെ ഹൃദയത്തോട് ചേർന്ന് ധരിച്ചാൽ ഭാഗ്യം വരും, സംരക്ഷണം കിട്ടും, നമുക്കൊരു പ്രൊട്ടക്ഷനാണ് എന്ന് പറയുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഇത് ഈ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വലിയ ധൈര്യം, ശക്തി, ദൃഢനിശ്ചയമൊക്കെ ഉണ്ടാവും, ആത്മവിശ്വാസമൊക്കെ കൂട്ടും പുലിനഖമാല ഇട്ടാൽ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പണ്ട് ഈ ആനവാൽ മോതിരം മേടിച്ച് മോതിരത്തിൽ കെട്ടുമായിരുന്നു അല്ലേ? അപ്പോൾ അതും ധൈര്യം ഉണ്ടാവും. ആനയുടെ കാലുകൾക്കിടയിലൂടെ കുട്ടികളെ കടത്തിക്കൊണ്ടുപോകും പേടി മാറാൻ വേണ്ടി എന്നൊക്കെ പറയുന്ന പോലെ വളരെ നിഷ്കളങ്കമായ ഒരു വിശ്വാസമാണ് ഈ പുലിനഖമാല ഇടുക എന്നുള്ളത്. അപ്പോൾ സുരേഷ് ഗോപിയുടെ പുലിനഖമാലയുടെ പേരിൽ ഈ അന്തം വിട്ട് ബഹളം വെക്കുന്നവർ ആലോചിക്കണം. പുലിനഖമുള്ള ആഭരണം 9 കാരറ്റ് മുതൽ കൂടിയ കാരറ്റിലുള്ള സ്വർണ്ണമാലകൾ ഇവിടുത്തെ മാർക്കറ്റിൽ കിട്ടാനുണ്ടെന്നേ. ടാറ്റ പോലെയുള്ള കമ്പനികൾ തനിഷ്ക് ബ്രാൻഡിൽ ഇറക്കുന്നുണ്ട്. സുരേഷ് ഗോപിക്ക് ഇത് വാങ്ങി ഇട്ടുകൂടെ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ നിരോധിക്കണം. ടാറ്റയുടെ ഷോറൂമുകൾ തനിഷ്കിൽ പുലിനഖമാല വിൽക്കുന്നുണ്ടെങ്കിൽ വനംവകുപ്പ് കയറി റെയ്ഡ് ചെയ്ത് പിടിച്ചെടുക്കണം. വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിദേശത്തെ തനിഷ്കിൻ്റെ ഷോറൂമുകളിൽ നിന്ന് വാങ്ങി ഒരാൾ പുലിനഖമാല ഇട്ടുകൊണ്ട് വന്നാൽ അയാളെ ഇവിടെ പിടിച്ച് ജയിലിലിടുവോ? അതോ ആ മാല സർക്കാർ എടുത്തുകൊണ്ട് പോവോ? സുരേഷ് ഗോപിന് വിദേശത്ത് നിന്ന് ഡോളർ കൊടുത്തിരുന്നത് ഞാൻ പറഞ്ഞില്ലേ, $3917 $3604 2 പുലിനഖമാലകൾ ഞാൻ സൈറ്റിൽ കയറിയപ്പോൾ കണ്ടു. അതിന് സുരേഷ് ഗോപി വിദേശത്ത് പോയപ്പോൾ ഒരു പുലിനഖമാല ഇട്ടുകൊണ്ട് വന്നതാണ്. അവിടുന്ന് ബില്ല് ഇത് വാങ്ങി, എൻ്റെ ബില്ലുണ്ട്. ഇവിടുത്തെ നിയമപ്രകാരം സുരേഷ് ഗോപിയെ പുലിയെ വേട്ടയാടി അതിൻ്റെ പല്ല് പറിച്ച് നഖം പറിച്ചെടുത്ത് മാല ഉണ്ടാക്കി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റുമോ? ഇനി നഖമാണെങ്കിലും പല്ലാണെങ്കിലും അല്ലേ, പുലി പല്ലാണെങ്കിലും പുലി നഖമാണെങ്കിലും അതിന് ഒരു കേസ് എടുക്കാൻ പറ്റും. അതൊരു പുതിയ നിയമപ്രശ്നം കൂടിയാണ്. മറ്റൊരിടത്തുനിന്ന് പണം കൊടുത്ത് നിയമാനുസൃതം പണം വാങ്ങി ഒരു മാല, ഇനി മറ്റൊരിടത്ത് ഇപ്പം പറയും മയക്കുമരുന്ന് ചില രാജ്യങ്ങളിൽ നിയമവിധേയമാണ്, അതുമായിട്ട് ഇവിടെ വന്നാൽ കേസെടുക്കത്തില്ലേ എന്ന് ചോദിക്കാം. മയക്കുമരുന്ന് പറഞ്ഞ ഒരു സാധനം എന്താണ്? ആളുകളെ ഉപദ്രവിക്കുന്ന, നശിപ്പിക്കുന്ന സാധനമാണ്.
ഈ പുലിനഖമാല അല്ലെങ്കിൽ പുലിപ്പല്ലുമാല എന്ന് പറയുന്നത് കഴുത്തിലിട്ടാൽ ആ വ്യക്തിക്കൊരു വിശ്വാസം, ആത്മവിശ്വാസം ഉണ്ടാവുന്നതാണ്. മറ്റൊരുത്തരും ഒരു ദോഷം ഉണ്ടാവുന്നില്ലെന്നേ. അപ്പോൾ ശിക്കാരി ശംഭുവാണ് സുരേഷ് ഗോപി രാവിലെ തോക്കും എടുത്ത് കാട്ടിപ്പോകുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പോലെ സുരേഷ് ഗോപിയെ പിടിക്കാൻ ഒന്നും കിട്ടുന്നില്ല. അവസാനം അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ കണ്ട മാലയിൽ പുലിപ്പല്ല് അല്ലെങ്കിൽ പുലിനഖം കണ്ടു എന്ന പേരിൽ ശ്രമിക്കുന്നവരുടെ ശ്രമം ഇത്രയേ ഉള്ളൂ. സുരേഷ് ഗോപിയെ നിരന്തരം വേട്ടയാടുക, സുരേഷ് ഗോപിയെ എങ്ങനെങ്കിലും ഒരു ദിവസമെങ്കിലും ജയിലിൽ കയറ്റണം. ഒരു കേസിൽ സുരേഷ് ഗോപിക്കെതിരായ നടപടി വന്നിട്ട് സുരേഷ് ഗോപിയുടെ രാജി വാങ്ങണം, രാജിവെപ്പിക്കണം. ഇതാണ് ആഗ്രഹം. അതൊന്നും പള്ളി പോയി പറഞ്ഞാൽ മതി. കാരണം തനിഷ്കിൽ പോയാൽ നിങ്ങൾക്കും ഈ ടൈഗർ ക്ലോ പെൻഡൻറ്റ് വാങ്ങാൻ കിട്ടും. സിനുവിനും കിട്ടും, എനിക്കും കിട്ടും, ഇത് കേൾക്കുന്ന പ്രേക്ഷകനും കിട്ടും. നമ്മളെയൊക്കെ പിടിച്ച് ജയിലിലിടുമോ? എൻ്റെ കാശില്ലല്ലേ, ഞാനൊന്നും മേടിച്ചിട്ട്